ഇന്ന് വീണ്ടും 2026 നമുക്ക് വീണ്ടും സഭായോഗത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നമ്മുടെ ദൈവം നല്ലവനാണ്. നമുക്ക് ദീർഘായുസ് തന്നതുകൊണ്ട് നല്ലവൻ ആകുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാരം. നമ്മളെ അവൻ വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് വിടുവിച്ചു. അതുപോലെ നമ്മളെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. ആ ദൈവം നമുക്ക് നല്ലവനാണ് എല്ലാ കാലത്തും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ഒരിക്കലും നിരാശയുടെ പാന്താവിലൂടെ പോകേണ്ടവരല്ല. ദൈവജനം പറയുന്നു, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്നാണ്. ഹല്ലേലൂയ. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം എപ്പോഴും നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശ നമുക്ക് വിലക്കപ്പെട്ട ഒന്നാണ്. ഹല്ലേലൂയ. അസൂയ നമുക്ക് വിലക്കപ്പെട്ട ഒന്നാണ്. നിരാശപ്പെടരുത്, അസൂയപ്പെടരുത്, പിറുപിറുക്കരുത്. ഇങ്ങനെ ഒത്തിരി സന്ദേശങ്ങൾ ദൈവജനത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാനുമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം 2025 പ്രശ്നങ്ങളുടെ വലിയ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ, നമ്മുടെ സഹോദരവർഗങ്ങൾക്കെതിരെ വടക്കേന്ത്യയിലും മറ്റും വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു വർഷമായിരുന്നു 2025. ഏതൊരു അധികാരിക്കും ഒറ്റ വാക്കുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള അധികാരമുണ്ട്. അരുത് എന്ന് പറഞ്ഞാൽ, ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നിർത്താനുള്ള അധികാരം ആർക്കുണ്ട്? ഉണ്ട്. അതിനുവേണ്ടിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ഗവൺമെന്റ് പറയുന്ന അല്ലെ അധികാരികൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. വടക്കേണ്ടിയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നിശ്ചലമായി നോക്കി നിൽക്കുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അനേകർ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒറ്റ വാക്കുകൊണ്ട് നിർത്താം. അധികാരത്തിൽപ്പെട്ട വ്യക്തി ഇതിവിടെ ഇന്ത്യയിൽ ഇത് ആവർത്തിക്കരുത്, ഇത് മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീരാനുള്ളതേ ഉള്ളൂ. നമുക്കറിയാം അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളുടെ കൂടെ പോയി കേക്ക് മുറിക്കുന്നു, സന്തോഷിക്കുന്നു, അല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മറുഭാഗത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡിപ്പിക്കുന്ന പീഡനയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല, മൗനമാകുന്നു. ഈ മൗനത ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പീഡിപ്പിക്കുവാനുള്ള ഒരു സന്ദേശമായിട്ട് അവരത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം അവിടെ സംഭവിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് പീഡിപ്പിക്കുന്നവരോട് നമുക്ക് പ്രത്യേക വൈരാഗ്യമൊന്നും ഇല്ല. വൈരാഗ്യപ്പെടുന്നതല്ല ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ ഭാഗ്യം ഇതൊന്നുമല്ല. നമ്മുടെ ഭാഗ്യം ഇവിടെ പറയുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുവാൻ അത് അനേകർക്ക് കിട്ടിയിട്ടില്ല. അനേകർക്ക് ഇത് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ലഭിച്ചിട്ടുള്ളവരാണ് ഭാഗ്യവാന്മാര്. ഇവിടെ വലിയ ഏറ്റവും അധികം പണമുണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ് ഭാഗ്യവാന്മാരെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഒരിക്കലുമല്ല. നമുക്കറിയാം, നമുക്ക് ഏതാണ്ട് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ജനീവയിൽ 1952 തോന്നുന്നു, ലോകത്തിലെ ഏതാണ്ട് കോടീശ്വരന്മാർ 8 കോടീശ്വരന്മാരുണ്ടായിരുന്ന ലോകത്തിലാകെ 7 പേരും ആത്മഹത്യ ചെയ്തു. ഒരു വ്യക്തി മാത്രം സാധാരണ മരണം. നമ്മുടെ കേരളത്തിലെ ഒരു കോടീശ്വരനായിരുന്നു വയനാട്ടിലുണ്ടായിരുന്ന മാനന്തവാടിയിലെ കപ്പൽ ജോയി. ദുബൈയിൽ 13 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നല്ല മനുഷ്യനായിരുന്നാ പറയുന്നത്. നാട്ടുകാർ പറയുന്നു ജോയി നല്ല മനുഷ്യനായിരുന്നു, കൂട്ടുകാർ പറയുന്നു ജോയി നല്ല മനുഷ്യനായിരുന്നു, സഭ പറയുന്നു ജോയി നല്ല മനുഷ്യനായിരുന്നു, ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? തൻ്റെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. 13 നിലയിൽ നിന്നോ വലിയൊരു നിലയിൽ നിന്ന് താഴേക്ക് വീണ് താൻ മരിച്ചു.
എനിക്ക് തോന്നുന്നു വയനാട്ടിലുള്ള അല്ലെങ്കിൽ വയനാട് ജില്ലയിലുള്ള ഏറ്റവും വലിയ ഒരു വീട് കോടികൾ മുടക്കി പുള്ളിയാണ് വെച്ചത്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, പണം നമുക്ക് സമാധാനം തരില്ല. ഹല്ലേലൂയ. പണത്തിൽ നിന്നും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ. ഈ പണത്തെ ദൈവമായിട്ട് കരുതാതിരുന്നാൽ മാത്രം മതി. പണം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ, പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ചിന്ത നമുക്ക് വരരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്നേഹിതനെ പോലെ നമുക്ക് ആവശ്യമാണ്, ദൈവത്തെ പോലെ പണം നമുക്ക് ആവശ്യം ഇല്ല. കാരണം എന്താ? നിങ്ങൾ ദൈവത്തെയും മാമോനെയും സേവിക്കരുതെന്ന്, ആരാധിക്കരുതെന്ന. ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ പണത്തെയും സേവിക്കരുതെന്ന. മാമോൻ എന്ന് ഉദ്ദേശിക്കുന്ന പണമാണ്. സേവിക്കേണ്ടത്, ആരാധിക്കേണ്ടത് ആരെയാ? ദൈവത്തെയാണ്. നമുക്കൊരു സ്നേഹിതൻ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ക്ഷീണാവസ്ഥയിൽ ഒരു സ്നേഹിതന്റെ സഹായം ആവശ്യമാണ്. അത് മാത്രമേ ഉള്ളൂ പണത്തിനും. നമുക്കൊരു ചെറിയ സഹായം. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടിനെ ഒരുപോലെ സേവിക്കരുതെന്ന, സ്നേഹിക്കരുതെന്നല്ല, ആരാധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകത്തിൽ സമാധാനം എന്നുള്ള ഒന്നുണ്ട്. അതാർക്കാണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ ഏതൊരുവനുണ്ടോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഭാഗ്യമാൾ ഭാഗ്യമാൾ യേശു എൻ പാപം തീർത്ത നാൾ. ഭാഗ്യമാൾ ഭാഗ്യമാൾ പാപം തീർത്ത നാൾ. വൻക്രിയായി എന്നിൽ നടന്നു കർത്തനെന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യമാൾ ഭാഗ്യമാൾ പാപം തീർത്ത നാൾ. ഭാഗ്യമാൾ ഭാഗ്യമാൾ തീർത്ത നാൾ. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപം തീർത്ത നാളാണ് ഭാഗ്യമുള്ള നാൾ. അതിനേക്കാൾ വലിയ ഭാഗ്യം ലോകത്തിലൊന്നുമില്ല. ഹല്ലേലൂയ. മറ്റുള്ളതെല്ലാം അതിനേക്കാൾ താഴെ നിൽക്കും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ നൽകപ്പെട്ട ഒരു ശ്രേഷ്ഠ നാമമുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം ആർക്ക് വേണ്ട? ജാതികളെ കുറിച്ചൊന്നും പറയണ്ട കേട്ടോ, അവർക്കറിയത്തില്ല. ഈ നാമം ആർക്ക് വേണ്ട? ഇവിടുത്തെ പെന്തക്കോസുകാർക്ക് വേണ്ട. ഹല്ലേലൂയ. ഈ നാമം ഇവിടുത്തെ പെന്തക്കോസുകാർക്ക് വേണ്ടെങ്കിലും രണ്ട് കൈയും നീട്ടി അത് ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് തന്നിരിക്കുക. ഈ നാമത്തെ വെല്ലുവിളിക്കാൻ, ഈ നാമത്തെ ജയിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. എല്ലാ നാമത്തെക്കാൾ മേലായ നാമമാണ്. എല്ലാ നാമത്തിലും മേലായ നാമം പത്തർജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം പത്തർജനം വാഴ്ത്തും നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുൻപിൽ വല്ലഭത്വമുള്ള. ആമേൻ. എല്ലാ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ആമേൻ. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം.
യേശുവിൻ നാമം ആമേൻ. യേശുവിൻ നാമം പാപപരിഹാരാർത്ഥം പാതകരെ പാരിടത്തിൽ ഹല്ലേലൂയ ആമേൻ. പാപപരിഹാരാർത്ഥം പാതകരെ തേടി യേശുവിൻ എല്ലാവരും ഇതിനിടയ്ക്ക് ശ്രീ എന്നാലുണ്ടോ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ? ശ്രീ യേശുനാമം അതിശയമോ? എഴുത്തുകാരൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രീ യേശുനാമം. ശ്രീ യേശുനാമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശ്രീമാൻ, മനുഷ്യനെ ബഹുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാ. ശ്രീമാൻ ഉമ്മൻചാണ്ടി, ശ്രീമാൻ AK ആന്റണി, അല്ലെങ്കിൽ ശ്രീമാൻ VS അച്യുതാനന്ദൻ, ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്റെ പദവിയാ. അതിന്റെ അർത്ഥം 8 ഐശ്വര്യത്തോട് കൂടിയവൻ. അതിന്റെ അർത്ഥം 8 ഐശ്വര്യത്തോട് കൂടിയവൻ. അങ്ങനെയുള്ളവരെ വിളിക്കാനുള്ള ഒരു പേരാണ് ശ്രീ, ശ്രീമാൻ. അപ്പം 8 ഐശ്വര്യത്തിൽ നിൽക്കുന്ന ഒരുവൻ. യേശു ക്രിസ്തു അങ്ങനെ 8 ഐശ്വര്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ? അവൻ 8 ഐശ്വര്യത്തിൽ അവനെ ഒതുക്കുന്ന കൂട്ടത്തിൽ നാം ആരാധിക്കുന്ന യേശു ഒരിക്കലും നിൽക്കുകയില്ല. അവനെ 8 ഐശ്വര്യത്തിൽ ഒതുക്കാൻ ഒരുവനും നോക്കണ്ട. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവരാ? ശൂലങ്കാരി അവനെ കണ്ടിട്ട് എങ്ങനെയാ പറഞ്ഞേ? അവൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 അത് ശ്രേഷ്ഠനാ. അവന്റെ ഐശ്വര്യത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ, അവന്റെ ഐശ്വര്യത്തെ ഇത്ര മാത്രമേ ഉള്ളൂ ഒതുക്കി വെക്കുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഇന്നവരെ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. പിന്നെ എങ്ങനെ നമ്മൾ ശ്രീ യേശു എന്ന് പറയും? എന്റെ വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടരുത്. യേശു ക്രിസ്തു അല്ലേ, കർത്താവായ യേശു ക്രിസ്തു എന്നൊക്കെ വാക്യമുണ്ട്. ശ്രീ യേശു എന്ന് എവിടെങ്കിലും ഉണ്ടോ? ശ്രീ എന്ന ബൈബിളിൽ എവിടെങ്കിലും വാക്യമുണ്ടോ? ഉണ്ട്. വായിച്ചോ. ലൂക്കോസിന് ശേഷം അദ്ദേഹം വായിച്ചേ. ശ്രീമാനായ തെയോഫിലോസ്. അവിടെ തെയോഫിലോസിനെ സംബന്ധിച്ച് പറയുന്നത് ശ്രീമാൻ, മനുഷ്യന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു പദമാണ് ശ്രീമാൻ. ലൂക്കോസിന് സുവിശേഷം ഒന്ന് വായിച്ചേ. അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? 1-ാം അധ്യായം. ലൂക്കോസ് എന്നാ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കേ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിച്ചേ. അവിടെ ശ്രീമാൻ എന്നില്ല. ശരി, ഓക്കെ. ഈ തെയോഫിലോസിന് വേണ്ടി എഴുതിയതാണ് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തി. ഒരു വ്യക്തി എഴുതുക. ആരാ എഴുതുക? ലൂക്കോസ് എഴുതുക. അതിന്റെ തെളിവാണത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു ശ്രീ യേശു അല്ല. 8 ഐശ്വര്യത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരുവനല്ല. അവന്റെ ഐശ്വര്യങ്ങൾ എത്ര വർണ്ണിച്ചാലും, പാട്ടുകാരൻ പറയുന്നുണ്ടോ, 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിൽ നെളുതോ. 1000 10,000
തിങ്കേലോരം ശം ചൊല്ലിടുവാൻ പാരില്ല സാധ്യമാകൂ. 10,000 ശം ചൊല്ലിടുവാൻ ഓ എന്തതിശയമേ എത്ര മനോഹരമേ എന്തതിശയമേ. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ഒന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴേ മനസ്സിൽ ഈ പാട്ട് വരും. നമ്മൾ വലിയ പാട്ടുകാരനായതുകൊണ്ടൊന്നുമല്ല, കേൾക്കാൻ കൊള്ളുകയാത്ത ശബ്ദമാണ് അല്ലേ, എങ്കിൽ തന്നെയും പാട്ടറിയാതെ വന്നു പോകുന്നത് കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കൊണ്ട് വരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തു ശ്രീയേശു നാമമല്ല. അതുകൊണ്ട് ഇനി എങ്ങനെ പാടണം? യേശുവിൻ നാമം അതിശയനാമം എന്ന് പാടിയാൽ മതി. യേശുവിൻ നാമം അതിശയനാമം, ശ്രീയേശു നാമം അതിശയനാമം ഒന്നുമല്ല. ശ്രീയേശു അല്ല യേശു, നമ്മുടെ യേശു. ശ്രീയേശു ബൈബിളിലെ യേശു അല്ല, അങ്ങനെ ഒരു യേശു ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിലൂടെ നമുക്ക് പഠിക്കാൻ. നമുക്ക് ബൈബിളിൽ ഉള്ളത് മാത്രം പഠിച്ചാൽ മതി, ഉള്ളത് മാത്രം പഠിപ്പിച്ചാൽ മതി. ഇല്ലാത്തതൊന്നും നമുക്ക് പഠിപ്പിട്ട് കാര്യമുണ്ടോ? ത്രിയേക തൃത്വത്തിൽ രണ്ടാമൻ, യേശു തൃത്വത്തിൽ രണ്ടാമനാണ്. ആണോ? അല്ല, തൃത്വത്തിൽ രണ്ടാമനല്ല യേശു. ആദ്യം വന്നിനുവാ. നമുക്കറിയാം തൃത്വം വന്നപ്പോഴേ, തൃത്വം എന്നുള്ള ഉപദേശം വന്നപ്പോഴേ അവർ കൊണ്ടുവന്ന എങ്ങനെയാണെന്നറിയോ? തൃത്വത്തിൽ ഒന്നാമൻ പിതാവ്, രണ്ടാമൻ പുത്രൻ, മൂന്നാമൻ പരിശുദ്ധാത്മാവ്. ആര് കൊണ്ടുവന്നതാ? അപ്പോസ്തലന്മാർ കൊണ്ടുവന്നത് അല്ല. പിന്നെ ആര് കൊണ്ടുവന്നതാ? AD 325 കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകം കൊണ്ടുവന്ന ഉപദേശമാണ് തൃത്വം എന്ന ഉപദേശം. ആ ഒന്നാമൻ പിതാവ്, രണ്ടാമൻ പുത്രൻ, മൂന്നാമൻ പരിശുദ്ധാത്മാവ് എന്നവർ പറയുമ്പോൾ അവർ രണ്ടാമൻ എന്ന് പറയുന്ന ഈ യേശു പറയുക ഈ ഒന്നാമത്തവനും ഒടുക്കത്തവനും തീർന്നില്ല പ്രശ്നം. അതെന്തിനാ കർത്താവ് പറഞ്ഞത്? AD 325 തൃത്വം എന്ന് പറയുന്ന കൊലപാതകൻ കൊണ്ടുവന്ന ദുരുപദേശം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ കടയ്ക്കട്ട് ഒരൊറ്റ വെട്ടിയതാ. കടയ്ക്ക് കത്തി വെക്കുകയായിരുന്നു ചെയ്തത്. ഒന്നാമത്തവനും ഒടുക്കത്തവനും ഞാൻ തന്നെയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്. ഹല്ലേലൂയ. അപ്പൊ സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അവന്റെ നാമം ശ്രേഷ്ഠമേറിയ നാമമാ. നമുക്ക് പാപപരിഹാരം വരുത്തിയ നാമമാ. എല്ലാ നാമത്തേക്കാൾ മേലായ നാമമാ. അതിനെ വെല്ലുന്ന ഒരു നാമമില്ല. ഇനി യഹോവ എന്നുള്ള നാമമാണോ ഏറ്റവും വലിയ നാമം? യേശു എന്നുള്ള നാമമാണോ? നമ്മൾ യേശു നാമക്കാരെല്ലാം പറയും യേശു എന്നുള്ളതാണ്. അത് ശരിയാണോ? യഹോവയുടെ നാമം തന്നെയാണ് യേശു. ഈ യഹോവ എന്ന നാമം എപ്പോഴാണ് വെളിപ്പെട്ടത്? ആർക്കാ വെളിപ്പെട്ടത്? മോശയ്ക്ക. എപ്പോഴാണ് വെളിപ്പെട്ടത്? മോശയ്ക്ക് യഹോവ എന്നുള്ള നാമം എപ്പോൾ വെളിപ്പെട്ടു? വായിച്ചോ, വാക്യം വായിച്ചോ, പുറപ്പാട് പുസ്തകം വായിച്ചേ. ഹല്ലേലൂയ. നമ്മൾ വചനത്തിന് വിരുദ്ധമായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല. 6-ാം അധ്യായത്തിന് 2 മുതൽ വായിച്ചേ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ ഞാൻ യഹോവയാകുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. ആർക്ക് വെളിപ്പെട്ടില്ലെന്ന്? അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും യഹോവ എന്ന നാമം അറിയത്തില്ലായിരുന്നു, വെളിപ്പെട്ടില്ല. വായിച്ചേ. ആ ആ ആ ആ ആ ആ
ആ ഞാൻ നിങ്ങളുടെ മിസ്രയീമ്യരുടെ ഊഴിവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ആ വീട്ടിയിരിക്കുന്ന പുതിയ കൊണ്ട് മഹാശിക്ഷാവിധികൊണ്ടും ആ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ആ ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ആ മിസ്രയീമ്യരുടെ ഊഴിവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന മതി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു എന്ന് നീ അവരോട് പറയണം. യഹോവ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? രക്ഷകൻ. ഞാനാണ് രക്ഷകൻ, അല്ലേ? ഞാൻ യഹോവയാണ് എന്ന് ആരോട് പറഞ്ഞു? മോശയ്ക്കാണ് ആദ്യമായിട്ട് യഹോവ എന്ന് വെളിപ്പെട്ടത്. മോശയ്ക്ക് വെളിപ്പെട്ടു. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ യഹോവ എന്ന് കാണുന്നുണ്ടല്ലോ. അതെങ്ങനെ എഴുതി? മോശ എഴുതിയതാ. മോശയ്ക്ക് ഇത് വെളിപ്പെട്ടതിന് ശേഷമാണ്, ദൈവത്തിന്റെ നാമം വെളിപ്പെട്ടതിന് ശേഷമാണ് എഴുതിയത്. അല്ല, അബ്രഹാമിനോട് യഹോവയായ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. മോശയോട് പറഞ്ഞത് എന്തുവാ? ഞാൻ അബ്രഹാമിന്റെ ഇസാക്കിന്റെയും ദൈവമാണ്. ഞാൻ യഹോവ എന്ന നാമത്തിൽ അവർക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. യഹോവ എന്ന നാമം ആദ്യമായി വെളിപ്പെട്ടത് മോശയ്ക്കാണ്. അന്ന് സമയമെന്ന് പറഞ്ഞാൽ തന്റെ ജനത്തെ ആ മിസ്രയീമിന്റെ അടിമമുഖത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം സ്വീകരിച്ച നാമമാണ് യഹോവ എന്ന നാമം. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നതുവാ, ഈ നാമം ആർക്ക് വേണ്ടിയുള്ള നാമമാണ്? ഇസ്രായേലിന് വേണ്ടി മാത്രം വെളിപ്പെട്ട നാമമാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന് വേണ്ടി മാത്രം വെളിപ്പെട്ടതാ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. അപ്പൊ യഹോവ എന്നുള്ളൊരു വാക്ക് എവിടെയൊക്കെ വന്നേ അതിന്റെ ഇപ്പുറത്തൊരു ഇസ്രായേൽ കാണും. അപ്പൊ ഇസ്രായേലിന് വേണ്ടി വെളിപ്പെട്ട ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. പക്ഷെ നാമത്തിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാം യെശയ്യാ പ്രവചനം 52:6 കൊണ്ടൊന്ന് വായിച്ചേ. യെശയ്യാ 52:6. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെ ആകുന്നു. അന്നറിയുമെന്ന് യഹോവ പറയുക, എന്റെ നാമത്തെ അന്ന് എന്റെ ജനം അറിയും. ഞാൻ അവരാകുന്നുവെന്ന് അന്ന് നിങ്ങൾ അറിയുമെന്ന എന്റെ ജനം അറിയും. എല്ലാവർക്കും അറിയാൻ പറ്റില്ല, അങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു അല്ലേ? എന്റെ ജനം അന്നാളിൽ എന്റെ നാമത്തെ അറിയും. ഹല്ലേലൂയ. യേശു അവിടെ വന്നുകൊണ്ട് പറയുന്നത് എന്തുവാ? ഇവിടെ യഹോവ പറയുക, ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ എന്റെ ജനം അറിയും. യേശു അവിടെ നിന്നുണ്ടെന്നാ പറയുന്നത് 8:24, യോഹന്നാൻ 8:24. നമ്മൾ പലപ്പോഴും വായിക്കാറ് ഉള്ള വാക്യമാണ്, പഠിക്കാറുള്ള വാക്യമാണ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതെ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ, അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ എന്താ? ഐ ആം ഹി എന്നാ. ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യഹോവ പറയുക, ഞാൻ അവനാകുന്നുവെന്ന് അന്ന് നിങ്ങൾ അറിയും, എന്റെ ജനം അറിയും. ഇവനോട് യേശു പറയുക, ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഐ ആം ഹി. ഈ മനോഹ ഒരിക്കൽ ചോദിച്ചു, നിന്റെ പേരെന്താണ്? എനിക്ക് നിന്റെ പേര്, ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? എനിക്ക് നിന്റെ പേരൊന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. മനോഹയോട് എന്താ പറഞ്ഞേ? എന്റെ പേര് അതിശയം. എന്റെ പേര് അതിശയം, അത്ഭുതമാണ്. ഞാൻ അത്ഭുതനാണ്. അതുകൊണ്ട് യെശയ്യാ പ്രവചനത്തിൽ കാണുവാൻ കഴിയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യത്തിന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതൻ, അവൻ മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. മനോഹയ്ക്ക് വെളിപ്പെട്ട അത്ഭുതമില്ലേ? അവനാണ് യേശു ക്രിസ്തു. അത് യഹോവയായ ദൈവമാണ്. ഹല്ലേലൂയ. മോശ പറഞ്ഞു,
എന്നെ അങ്ങോട്ട്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ആരയച്ചു എന്ന് ചോദിച്ചാൽ നിന്റെ പേര് എന്താണ്, അന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ പേര് വേണമെന്നുള്ള ഒരു പേര് വേണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഒരു പേര് വേണമെന്നുള്ള ഒരു നാമം വേണമെന്നുള്ള ആ ചിന്ത അന്നേ ജനങ്ങൾക്കുണ്ടായിരുന്നേ. എന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ എന്താ മോശ പറഞ്ഞത്? ഞാനാകുന്നു എന്ന് നീ ഇപ്പോൾ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ആ ഇംഗ്ലീഷിൽ എന്താ, എങ്ങനെയാ? I am that I am. യഹോവ പറയുക I am that I am. ഇവിടെ നിന്നുകൊണ്ട് യേശു പറയുക I am he. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കണം. അവനെ തൃത്വത്തിൽ രണ്ടാമനായിട്ട് ആരാധിക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്. ആളുകൾ ഒന്നാമത്തവനായും ഒടുക്കത്തവനായും ലോകത്തിലൊരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഈ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം വേറെയാ, അതിന് വലിയ മഹത്വമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അന്നാളിൽ എൻ്റെ ജനം എൻ്റെ നാമത്തെ പറഞ്ഞു. വായിച്ചോ വാക്യം വായിച്ചോ. അത് അതിൻ്റെ വായിച്ചോ. ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി പക്ഷി. വായിച്ചോ, ഒരാൾ വായിച്ചോ. വാക്യം ഒന്ന് പറഞ്ഞാൽ പ്രതി വാക്യം പറ ശബ്ദത്തിൽ. 1:21 വായിച്ചോ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് ബഹുദ്ധീകരിക്കുകയും നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ, ഇതൊരു നല്ല വാക്യം കേട്ടോ, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇന്നലെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, അതിനകത്ത് വിൻസൻ ബ്രദർ ഒരു പോയിന്റ് അവിടെ പറഞ്ഞു. എന്താ പറഞ്ഞ, വലിയ ചിന്തിക്കേണ്ട, ഇവിടുത്തെ ബന്ധക്കോസുകാരൊക്കെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാ. എന്താണെന്നറിയാമോ? നമ്മളൊരു പിതാവായിരിക്കുന്നത് പോലെ അല്ല സ്വർഗത്തിലെ ദൈവം പിതാവായിരിക്കുന്നു. ആണോ? ഇവരുടെ ചിന്ത ഇപ്പോൾ റോമലേഖനം വായിച്ചെന്തുവാ? അവരുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. ഒരു മനുഷ്യൻ ഒരു പിതാവായിരിക്കുന്നത് പോലെ അല്ല സ്വർഗത്തിലെ ദൈവം പിതാവായിരിക്കുന്നത്. അതാണ് ഇന്നലെ വിൻസൻ ബ്രദർ സംസാരിച്ച ഒരു വിഷയം, വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. പെന്തക്കോസ്തുകാരുടെ എല്ലാം ചിന്ത അനുസരിച്ച് എന്താ? അപ്പനും മോനും. ആരാ? യേശുവും പിതാവും അപ്പനും മോനുമാണ്. നമ്മളൊരു പിതാവാണ് അല്ലേ? അപ്പൊ നമുക്കൊരു പിതാവില്ലേ? അപ്പൊ യഹോവ ഒരു മനുഷ്യന്റെ ചിന്ത അനുസരിച്ചാണെങ്കിൽ യഹോവ ഒരു പിതാവാണെങ്കിൽ യഹോവയുടെ പിതാവാരാ? അതിന്റെ പിതാവാരാ? ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാ, ഇത് എൻ്റെ അവകാശമാണ്. എൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ വീഡിയോ കണ്ടോ ആരെങ്കിലും? എൻ്റെ അപ്പൻ്റെ അവകാശമാണ്. എൻ്റെ അപ്പൻ്റെ അവകാശം, ഈ ഭൂമിയെ കുറിച്ചായിരിക്കും പറയുന്നത്. എൻ്റെ അപ്പൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനല്ല, എൻ്റെ അമ്മായപ്പനാണ്. അപ്പൊ ഞാൻ ഓർത്തു അവളുടെ ഭർത്താവിൻ്റെ അമ്മായപ്പനായിരിക്കും. അവൾ പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ പറഞ്ഞെന്നറിയാവോ? യേശു എൻ്റെ ഭർത്താവാണ്, എൻ്റെ മണവാളനാണ്. യേശുവിൻ്റെ അപ്പൻ എൻ്റെ അമ്മായപ്പനാണ്. പണ്ടൊരാളെ, ഒരു അപ്പച്ചനോട് ഒരാൾ സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഇച്ചിരി വെള്ളം അടിക്കുകയും ഇച്ചിരി തൻ്റെ അടിയ നാട്ടിലൊക്കെ ഇച്ചിരി റൗഡിയായിട്ടൊക്കെ ജീവിക്കുന്ന. അപ്പോൾ പുള്ളിയെ വെള്ളം അടിക്കാത്ത സമയത്ത് ഒരു ഉപദേശി സുവിശേഷം ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ച കർത്താവിനെ അറിയണം, കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാ മോനെ ഞാൻ കർത്താവിനെ അറിയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കർത്താവിൻ്റെ വരവെടുത്തു, കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണ്ടേ. മോൻ എന്ത് വാക്കാ മോനെ ഈ പറയുന്നത്? എൻ്റെ മകള് ദിവസവും രാവിലെ എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കും, രാത്രിയിലും പ്രാർത്ഥിക്കും, ഒറ്റ ആരാധന മുടക്കുകയില്ല. അവള് പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നു. അപ്പോൾ കർത്താവായിട്ടുള്ള അവളുടെ ബന്ധം എന്താണെന്ന് മോനറിയാമോ? ഈ സുവിശേഷം ചോദിക്കാം, മോനറിയാവോ? കർത്താവായിട്ടുള്ള ബന്ധം ദൈവവും അല്ല, കർത്താവ് എൻ്റെ മോളുടെ മണവാളനാ.
അപ്പോൾ മണവാളാകുമ്പോൾ എൻ്റെ മോളുടെ ഭർത്താവാ കർത്താവ്. അപ്പം ഞാനേ കർത്താവിൻ്റെ അമ്മായപ്പനാ, മനസ്സിലായല്ലോ. അമ്മായപ്പനെ സ്വർഗത്തിൽ കയറ്റാതെ ഇരിക്കുന്ന ഏതെങ്കിലും മരുമക്കളുണ്ടോ എന്ന്. ഏതാ ഇന്ന് പല അമ്മായപ്പന്മാരുണ്ട്, ഇനി ചിലപ്പോൾ അളിയന്മാരായിട്ടും വരും. ഏതാ എൻ്റെ പെങ്ങള് വിശ്വാസിയാ, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അളിയനാണെന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് അത് പിന്നെ കളഞ്ഞു. കാരണം എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതിന് തക്ക ഒരു മറുപടിയാണ് ഇന്നലെ വിൻസൻ ബ്രദർ പറഞ്ഞത്. അത് വിൻസൻ ബ്രദർ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, ഇത് കണ്ടിട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കസാരയുണ്ടോ അവിടെ? കസാരയുണ്ടോ? ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ മാനുഷികമായിട്ടുള്ള ചിന്തയനുസരിച്ച് ഒരു പിതാവല്ല സ്വർഗീയ പിതാവ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മകനാകാൻ കഴിയുമോ, നിങ്ങളുടെ മകന് നിങ്ങളാകാൻ കഴിയുമോ എന്ന് ബന്ധക്കോസുകാർ നമ്മളോട് ചോദിക്കുന്നത്. അവരുടെ ചിന്ത എന്താ? ഒന്നുകൂടെ വായിച്ച റോമലേഖനം ഒന്ന് ഇപ്പം വായിച്ചത്. അവരുടെ ചിന്ത എവിടെ പോയി? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പോൾ അവർ പറയുന്ന വാക്കുകളൊക്കെ വ്യർത്ഥമായിട്ടുള്ള ചോദ്യമാണ്. ഏതാ? ഒരപ്പന് തന്നെ താൻ തന്നെ തന്റെ മകനാകാൻ കഴിയുമോ? മറുപടി ഒന്നും പറയുന്നില്ലല്ലോ. ആ കഴിയും. ആർക്ക്? മനുഷ്യന് കഴിയില്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായിട്ടില്ലല്ലോ. അവർ തന്നെ പുത്രനായിട്ട് വെളിപ്പെടുവാൻ കഴിയും ഒരുവന് മാത്രം, ജീവനുള്ള ദൈവത്തിന്. ഹല്ലേലൂയ. കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. മനുഷ്യന് കഴിയുമോ? ഇല്ല. മനുഷ്യന്റെ കഴിവിനെ വെച്ചുകൊണ്ടാണ് ഇവർ ദൈവത്തെ അളക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൻ തന്നെയാണോ നിങ്ങൾ എന്നാണ് തൃത്വ ബന്ധക്കോസുകാർ ചോദിക്കുന്നത്. അവരുടെ നിരൂപണം എന്താ? അവരുടെ നിരൂപണങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. ഹല്ലേലൂയ. യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് അവന്റെ മഹത്വം വെളിപ്പെടേണ്ട വിധത്തിൽ വെളിപ്പെട്ടാൽ അവരെ ആരാധിക്കുന്ന ആരാധന അത് വലിയ മഹത്വമേറിയ ആരാധനയായിരിക്കും. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ ആരാധനയായിരിക്കും. ഇസ്രായേൽ ജനങ്ങൾക്ക് യേശു യഹോവയായിട്ട് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? എവിടെ? എന്നാ? അന്നാളിൽ അവന്റെ കാല് യെരൂശലേമിനെതിരെയുള്ള ഒലിവ് മലയിൽ നിൽക്കും. എന്താ? കുത്തിത്തുളയ്ക്കപ്പെട്ടവര് അവർ കുത്തിയെങ്കിലേക്ക്. എബ്രായ 12:10 ഒന്ന് വായിച്ചോ. എബ്രായല്ല, സെക്കറിയ 12:10. സെക്കറിയ 12:10 വായിച്ചോ. ഞാൻ ദാവീദിൻ ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവൻ നോക്കും. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം തങ്ങൾ കുത്തിയ എന്തലേക്ക് അവർ നോക്കുമെന്ന. കുത്തിയ എന്റെ യഹോവ പറയുക, തങ്ങൾ കുത്തിയ എന്തലേക്ക് നോക്കും. ആരെയാ 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്തത്? യഹോവേ. പ്രവാചകൻ പറയുന്നത് യഹോവയാണെന്ന്. ഹല്ലേലൂയ. ആരെയാ കുത്തിയത്? പ്രവാചകൻ പറയുന്നത് യഹോവയാണ് കുത്തിയത്. ഹല്ലേലൂയ. യേശു പറയുക, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികൾ, ഈ വ്യർത്ഥരായി ചിന്തിക്കുന്നവരെ കുറിച്ച് അത് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്തേ. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും ചൊല്ലി വിലപിക്കും. വായിച്ചോ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വായിച്ചേ. ഞാൻ അൽഫയും ഞാൻ അൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം പറയുക, ഞാൻ അൽഫയും
അൽഫയും ഒമേഗയും ആരോ? അവൻ ഇരിക്കുന്നവനാ, ഇരുന്നവനാ, വരുന്നവനാ. അവൻ സർവശക്തിയുള്ള ദൈവമാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം? ഹല്ലേലൂയ. സർവശക്തി അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവമാണ് ഈ അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ. ഇത് ആര് സംസാരിച്ചതാ? അത് നമ്മൾ അറിയണം. ആര് സംസാരിച്ചതാ? യേശു സംസാരിച്ചതാ. കാരണം ഈ നമ്മളല്ല ഈ ബൈബിള് ഈ വിവർത്തനം ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ യേശു നാമക്കാരൊന്നുമല്ല. തൃത്തക്കാരുടെ ബൈബിളിൽ നോക്കണം, ഈ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെല്ലാം റെഡ് ലൈനിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? ചുവപ്പ് മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇതും ചുവപ്പ് മഷിയിൽ എഴുതിയിരിക്കുന്നു. അതാര് പറഞ്ഞതാ? യേശു പറഞ്ഞതാ. യേശു പറയാ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആരാ? യേശുവാണെന്ന് പറയുമ്പോൾ ഇവിടെ ആരാണെന്ന് പറഞ്ഞത്? ആ സർവശക്തിയുള്ള ദൈവമാണ്. യോഹന്നാൻ 3:13 കൂടെ വായിക്കാം. യോഹന്നാൻ 3:13 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോളെ, 2 പേര് നിങ്ങൾ നിലത്തിറങ്ങിയിരിക്കണം കേട്ടോ. കസരയുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇതങ്ങോട്ട്. അതേ ഒരെണ്ണം കൂടെ കൊണ്ടുപോകും. ഓക്കെ, വളരെ നന്ദിയുണ്ട് കേട്ടോ, വളരെ നന്ദിയുണ്ട്. ആർക്കാ? നിങ്ങൾക്ക് 2 പേർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യ. അപ്പോൾ ഈ മനുഷ്യപുത്രൻ എവിടെയുണ്ട്? സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ സിംഹാസനം കാലിയാണോ? അല്ല. പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ നമ്മളോട് പണ്ഡിതന്മാർ ചോദിക്കും, അപ്പം യേശു ദൈവമാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശു ഇവിടെ ഇറങ്ങി വന്നപ്പോൾ സ്വർഗം കാലിയാണോ എന്ന്. സ്വർഗത്തിൽ നിന്ന് യേശു ഇവിടെ വന്നാലും അവൻ അവിടെ തന്നെ ഉണ്ട്. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. ഇവിടെ യേശുവിനെ കണ്ടാൽ സ്വർഗം കാര്യമല്ല. ഇവിടെ യേശുവിനെ കാണുമ്പോൾ തന്നെ അതേ യേശുവിനെ നമുക്ക് സ്വർഗത്തിൽ കാണാം. സ്വർഗത്തിൽ ഇരിക്കുന്നവനായി, സ്വർഗത്തിൽ ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ. നീ പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ അവിടെയും. ഹല്ലേലൂയ. നീ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിങ്ങൾ എന്നെ കാണും. ഹല്ലേലൂയ. സ്വർഗം കാര്യമല്ല. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സ്വർഗത്തിൽ ഇറങ്ങി വരികയും. ഈ ദൈവത്തിന് സത്യത്തിൽ കയറി പോകേണ്ട വല്ല കാര്യമുണ്ടോ? കയറി പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ദൈവ സാന്നിധ്യത്തിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര ഭാഗ്യമുള്ളവരാ നമ്മളില്ലേ? നമ്മളത് വായിച്ച വാക്യം എന്താ? ലംഘനം ക്ഷമിച്ചും പാവം അടച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ. ഹല്ലേലൂയ. 32. മനുഷ്യൻ ഭാഗ്യവാൻ. കപടമില്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഈ ഭാഗ്യം ഭയങ്കര ഭാഗ്യം കേട്ടോ. യേശുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുക എന്നുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് യേശു സർവശക്തനായ ദൈവമായിട്ട്. ഇവിടെ പലരും യേശു ക്രിസ്തുവിനെ സർവശക്തനായ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല. യേശുവിനെ സർവശക്തനായ ദൈവമായിട്ട് അവരാരും കാണുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആരെന്നും, ആ സ്വർഗത്തിലെ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഇവിടെ പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന 3 പേരിരിപ്പുണ്ടെന്ന് അവിടെ പറയുന്നത്. അവിടെ 24 സിംഹാസനം കാണുന്നുണ്ട്. അത് 24 സീറ്റുകളാണ്. 24 സീറ്റുകളാണ്. അത് ത്രോൺസ് അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിളിൽ 24 സിംഹാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കാണുന്നു എന്ന് സ്വർഗത്തിലെ ദർശനം കണ്ട ആരാ? യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക. ഞാൻ കണ്ടതാണ്.
സാധാരണ പറയാല്ല, കണ്ട നീ അങ്ങോട്ട് മാറി നിൽക്കടാ, കേട്ട ഞാൻ പറയാമെന്നും പറഞ്ഞ ഇവിടുത്തെ ബന്ധക്കോസുകാർ ചാടി വരുന്നു. കണ്ട നീ അങ്ങോട്ട് മാറി നിൽക്ക്, കേട്ട ഞാൻ പറയാമെന്ന്. കണ്ട വ്യക്തി പറയാ, സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം, വെൺമയിൽ ചുവപ്പുള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ. അവൻ ശ്രീയേശു അല്ല, അവൻ ശ്രീയേശു അല്ല, അവൻ 10,000 അതിശ്രേഷ്ഠനാ. അവന്റെ മഹത്വം വർണ്ണിച്ചു തീർക്കുവാൻ ഇവിടെ ഒരു വ്യക്തിക്കും കഴിയില്ല, ഒരു സാഹിത്യ ഭാഷയ്ക്കും കഴിയില്ല. ഹല്ലേലൂയ. 1000 നാവുണ്ടാലും വർണ്ണിച്ചു തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുവനാ നമ്മുടെ നെടുകയും കുറുകയുമായ നടകുള്ളത്. അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കണം, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം, അവനെ നമ്മൾ ഉയർത്തണം. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. സകലരെയും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതം അത് കാരണമായി തീരണം. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ കാരണമായി തീരണം, നമ്മുടെ നോട്ടം അതിന് കാരണമായി തീരണം, നമ്മുടെ സംസാരം അതിന് കാരണമായി തീരണം. നമ്മുടെ എല്ലാ മേഖല കൊണ്ടും നമ്മുടെ യേശു ഉയരണം. നമുക്കെതിരെ വിരൽ ചൂണ്ടി ഒരുത്തൻ ഏതാ പണ്ട് ബൈബിളിലൂടെ നമ്മൾ കാണുന്ന അവസരത്തിൽ സാധാരണ ലോക പെന്തക്കോസുകാരുടെ അടിയും ബഹളവും ഒക്കെ കണ്ടു കഴിയുമ്പം ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങൾക്കിത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? സത്യത്തിൽ നമ്മൾ നല്ല മാതൃകയായിരിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും, അല്ലെങ്കിൽ ലംഘനം ക്ഷമിച്ച് പാപം മോചിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പഴയ നിയമകാലത്ത് എങ്ങനെയാണ് യാഗപീഠ കൊമ്പുകളിൽ മൃഗത്തിൻ്റെ രക്തം പുരട്ടും. പാപത്തിൻ്റെ നമ്മളൊരു യാഗമൃഗത്തെ അറുത്തതിന് ശേഷം അതിൻ്റെ രക്തമെടുത്ത് കൊമ്പുകളിൽ പുരട്ടും. ആ രക്തം എന്നും അവിടെ ഇരിക്കുമോ? ഉണങ്ങി കഴിയുമ്പോൾ അത് പൊടിഞ്ഞ് പോകും. പിന്നെ പിറ്റേ വർഷം പാവം പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ മുഴുത്ത പാവം ചെയ്തിട്ട് ഇവൻ്റെ പാവം പരിഹരിക്കാൻ പാവമില്ലാത്തൊരു കുഞ്ഞാടിനെ വലിച്ചുകൊണ്ട് ചെല്ലണം അല്ലേ? ഒരു കാളക്കിടാവിനെ കൊണ്ടു ചെല്ലണം. ഓരോരുത്തർ സാമ്പത്തികം അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത്. പൈസ ഇല്ലാത്ത വ്യക്തികൾ എന്ത് കൊണ്ടു ചെല്ലണം എന്നാണ് പറയുന്നത്? പ്രാവിനെയും കുരുകിലിനെയും ഒക്കെ കൊണ്ടുവന്നാൽ മതി, പാവപ്പെട്ടവൻ ദരിദ്രന്. യേശു വാസ്തവത്തിൽ മറിയ ഒരു രാജകുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അല്ലേ? പക്ഷെ യേശുവിൻ്റെ കാലം വന്നപ്പോൾ ദരിദ്രരായി തീർന്നോ? എന്താ കൊണ്ടുവന്നത്? യാഗം കഴിക്കാൻ പ്രാവിനെ കൊണ്ടുവന്നു. എന്താ കുഞ്ഞാടിനെ കൊണ്ടുപോകാഞ്ഞത്? യേശു തൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കാൻ വന്ന കുഞ്ഞാടാവൻ. ഹല്ലേലൂയ. യേശു തൻ്റെ പാപത്തിന് വേണ്ടിയൊന്നുമല്ല അവിടെ യാഗം കഴിച്ചത്. ഒരു മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ കേവലം ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ ഇവിടെ വന്നെങ്കിലും ഈ ആട്ടിൻകുട്ടിയുടെ ഭാവം അങ്ങ് മാറും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിത്തീരും? സിംഹമായി വെളിപ്പെടുവാൻ. യഹൂദാ ഗോത്രത്തിലെ സിംഹം, ഗർജിക്കുന്ന സിംഹം. ഹല്ലേലൂയ. എന്താ, രോമം കത്രിക്കുന്നവരുടെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ഇവിടെ വന്നു. വായി തുറക്കാതെ അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ന്യായമായിട്ട് മറുപടി പറയാൻ അർഹതയുണ്ടെങ്കിലും അവൻ വായി തുറക്കാതെ ഇരുന്നതെങ്കിലും അവൻ ഒടുവിൽ അവൻ സിംഹമായി വെളിപ്പെടുന്ന ദിവസമുണ്ട്. ന്യായവിധിയുടെ ദിവസത്തിൽ അവന്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അവൻ തന്റെ യഥാർത്ഥമായിട്ടുള്ള സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയോട്, ആ ദൈവത്തിന്റെ അധികാരത്തോട് അവൻ വെളിപ്പെടും ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ അവനെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. നമ്മൾ യേശുവിനെ ആരാധിക്കുമ്പോൾ ആരെ ആരാധിക്കുന്നത്? പിതാവിനെ ആരാധിക്കുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഒന്ന് വായിച്ചേ വാക്യം. ഇന്നലെ വിൽസബ്രദർ വായിച്ചതാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, ലൈവിൽ സംസാരിച്ചതാണ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്നു. അവൻ സ്ത്രീയോട് അതിന്റെ 22 മുതൽ വായിച്ചേ. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു.
രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കേട്ടോ ആ പ്രയോഗം കേട്ടോ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. വേണമെങ്കിൽ ആരാധിച്ചോണോന്ന്, ഇപ്പോൾ വന്നിരിക്കുന്നു, നാളെ വരുമെന്നല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആരാധിക്കേണ്ട വ്യക്തി തന്നെ അവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു പിന്നീട് വെളിപ്പെടുത്ത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു, വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ലെന്ന് സ്വർഗം പറയുമ്പോൾ വേറെ പിതാവിനെ ഉണ്ടാക്കി കാണിക്കാൻ നടക്കുക ഇവിടെ ആൾക്കാർ, ഇവിടുത്തെ പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ. യേശു പറഞ്ഞെന്തുവാ, വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? അങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത്? വായിച്ചോ യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിച്ച് 7 മുതൽ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ അതാ ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ മുതൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അവനെ കണ്ടുമിരിക്കുന്നു എന്നാ പറഞ്ഞത്. എടാ, പിതാവിനെ ആർക്കും ദൈവം ആത്മാവല്ലേ, ആത്മാവ ദൈവത്തെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ കണ്ടിരിക്കുന്ന കർത്താവ് കള്ളം പറഞ്ഞെന്താ? അവനെ അറിയുന്നു, നിങ്ങൾ ഇനി അറിയും എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് അംഗീകരിക്കാം. പക്ഷെ അവനെ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങൾ അവനെ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫിലിപ്പോസിന് അത്ര സൂചിച്ചില്ല. ഫിലിപ്പോസ് എന്ത് പറഞ്ഞു? ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് പിതാവിനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് മതി അതെന്ന് പറഞ്ഞു. യേശു അവനോട് ഞാൻ പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ യേശു പറഞ്ഞ വാക്കാ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? കണ്ടോ, ഒന്ന് നോക്കിക്കേ, ഇതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലാത്തോ? ഭയങ്കരം ഇല്ലേ? ഇതൊന്നും ഇവിടെ തലയ്ക്കുള്ളിലേക്ക് കയറുന്നില്ല. കാരണം എന്താ? അവർ വ്യർത്ഥരായി, അവർ മൂഢമായി ചിന്തിക്കുന്നു, അവർ ഈ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നു, അവർ ലോകക്കാരാണെന്ന് തെളിയിക്കുക, അവർ ആത്മീയര പറഞ്ഞു. മേൽസ്യാൻഡി അത് ഈ നാം നമ്മുടെ സ്വരൂപത്തിൽ ഉൽപ്പത്തി പുസ്തകം പോലെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരുടെയും ഈ പിന്നെ സാധാരണ എല്ലാവരുടെയും ഇത് ഞാൻ അടച്ചിട്ടുണ്ട്. ഇപ്പം അവർക്കൊന്നും ഇപ്പൊ ആ ചോദ്യങ്ങളൊന്നും ഇല്ല. കാരണം നാം എന്നുള്ള പ്രയോഗം ഒരു വ്യക്തി നാമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നാമെന്ന് പറയാൻ പറ്റുമോ? ശരി, ഇപ്പൊ എനിക്കാണെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്ന ഇതൊക്കെ പറയും. ശരി, നാം ഇപ്പോൾ ഒരു പടം വരയ്ക്കാൻ പോവുകയാണ്, ഇവിടെ ബോർഡിൽ ഒരു പടം വരയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പറയും. ഉടൻ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെയുള്ള വിശ്വാസികളെല്ലാം കൂടെ എഴുന്നേറ്റ് വന്ന് ഈ കൈയുടെ ചോക്കിന് പിടിച്ച് നാം ഇപ്പോൾ ഒരു പടം വരയ്ക്കാം, ഇപ്പൊ യെരൂശലേമിന്റെ പടം നാം വരയ്ക്കാൻ പോവുകയാണെന്ന് ഞാൻ പറയുക. ഉടൻ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് എൻ്റെ കൈയുടെ ഇവിടെ പിടിക്കുമോ വരയ്ക്കാനായിട്ട്? ഇല്ല. നാം എന്ന് പറയാൻ ചിലർക്ക് അധികാരമുണ്ട്. ആർക്കൊക്കെയാണ്? വാക്യങ്ങൾ ഇപ്പോൾ രാജാക്കന്മാർക്ക്. അർത്ഥകഷ്ട രാജാവ് ഒരിക്കൽ പറഞ്ഞു, നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ബൈബിളിലുള്ള വാക്യമായി അല്ലേ? നാം നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ കരം കൊടുക്കണമെന്ന് നാം കൽപ്പിക്കുന്നു. അപ്പോൾ അധികാരമുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു അധ്യാപകന്, ഒരു സഭാ പാസ്റ്റർക്ക്, ഒരു രാജാവിന് നാം എന്നുള്ള പ്രയോഗം ആസ്ഥാനത്തല്ല. അവന് നാം എന്ന് പറയുമ്പോഴും അവർ 3 പേര് കൂടി എന്തോ ഒന്നാണെന്നല്ല അതിന്റെ അർത്ഥം. ആണോ? നാം ഇപ്പോൾ പാട്ട് പാടാൻ പോവുകയാണ്, അല്ലെങ്കിൽ നാം ഇപ്പോൾ പടം വരയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ 3 പേര് കൂടി എന്തോ ആണെന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ അത് വ്യർത്ഥ ചിന്തയാണ്. നാമെന്ന് ഞാനിപ്പം അത് നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത്. ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് വായിച്ചു. ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക്
കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ന്യായമായിട്ട് ഇന്നത്തെ പെന്തക്കോസുകാർ, ഞാൻ പെന്തക്കോസ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഭക്തി മൂത്തിട്ടാണല്ലോ അവര് ഓർത്തഡോക്സും യാക്കോബയും കത്തോലിക്കയും CSIയും മർത്തോമയൊക്കെ വിട്ടിങ്ങോട്ട് പോകുന്നത്. അവരാണ് ഏറ്റവും വലിയ വിശുദ്ധന്മാരിൽ ഒന്നാമൻ എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ അവരുടെ പ്രാർത്ഥനകളെ അംഗീകരിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ട്, അവരുടെ ചില ഉപദേശ മെസ്സേജുകൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടായി ബന്ധക്കോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബന്ധക്കോസുകാരോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവരാണ് കുറച്ച് സത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവുള്ളവര് ഈ സത്യം വെളിപ്പെടുത്തേണ്ടതാണ്, അതവർ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് പറയുന്നതാ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് പിതാവിനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലേ? ഹല്ലേലൂയ. സാധാരണ പെന്തക്കോസ്തുകാരുടെ അഭിപ്രായ പ്രകാരം എന്ത് പറയണം? മക്കളെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ. ഇവിടെ കിടന്ന് ബഹളം, നിങ്ങളെന്ത് ബഹളം? ഒരു പിതാവുണ്ടല്ലോ, ആ പിതാവിനെ ഇവിടെ വെച്ച് ഞാനിപ്പോൾ എങ്ങനെ എടുത്ത് കാണിക്കും? അവിടെ നമുക്ക് നിത്യത ചെല്ലുമ്പോൾ ആ പിതാവിനെ ഞാൻ കാണിച്ചു തരാം എന്നല്ലേ പറയേണ്ടത്. ഇവരുടെ പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണെങ്കിൽ അങ്ങനെയല്ലേ പറയേണ്ടത്. പക്ഷെ യേശു പറഞ്ഞതിന്റെ സാരം എന്താ? എന്നെ കൂടാതെ ഒരുത്തരും പിതാവിനെ കാണാൻ പറ്റില്ല. പിതാവായ ദൈവം ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവം എന്താ? ജഡത്തിൽ വെളിപ്പെട്ടവനാ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആത്മാവായ ദൈവത്തിന് ഒരു ജഡമുണ്ടെങ്കിൽ, ഒരു പ്രത്യക്ഷ രൂപമുണ്ടെങ്കിൽ യേശു മാത്രമാ. ആത്മാവായ ദൈവത്തിന്റെ ഒരു ഫോട്ടോ എടുത്താൽ തെളിഞ്ഞു വരുന്നത് ആരായിരിക്കും? യേശു ക്രിസ്തു മാത്രമാ. ഹല്ലേലൂയ. ആത്മാവായ ദൈവത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് യേശു മാത്രമാ. അവനിലല്ലോ. ഒന്ന് വായിച്ചോ. വായിച്ചോ. കൊലോസ്യർ 2:9 വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ ആളത്വത്തോടു കൂടി വസിക്കുന്നത് ആരില്ല? ദേഹമായിട്ട് വസിക്കുന്ന ആരില്ല? ദൈവത്തിനൊരു ദേഹമുണ്ടെങ്കിൽ ആരാ അവൻ? ദൈവത്തിന്റെ പ്രതിമ അല്ലേ? എവിടെയാ? കൊലോസ്യർ 1:15 ഒന്ന് വായിച്ചു. കൊലോസ്യർ 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. മതി. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിന് ഒരു ദൃശ്യ രൂപമുണ്ടെങ്കിൽ നാം ആരാധിക്കുന്ന യേശു മാത്രമാണ്. യേശു അല്ലാതെ ആത്മാവായ ദൈവത്തിന് ഒരു ദൃശ്യരൂപം ഇല്ലാത്തതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു, വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മളത്ര ഭാഗ്യമുള്ളവരാ കേട്ടോ. അവൻ വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും വിൻസൻ ബ്രദറൊക്കെ ആണെങ്കിലും സെമിനാറിലൊന്നും പോയി പഠിച്ചിട്ടില്ലെന്നാണ് വിൻസൻ ബ്രദർ പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേട്ടറിവും പിന്നെ സ്വയമായിട്ട് പഠിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. ഇവിടുത്തെ ഏത് വേദപണ്ഡിതയും സെമിനാരി പഠിപ്പിക്കുന്ന വലിയ പ്രൊഫസർമാരെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്, സത്യം തെളിയിക്കാനുള്ളത്. നമ്മളെല്ലാവർക്കും അത് തന്നെ. അതെ. ഞാൻ പിതാവിനും പിതാവിനിലും വന്നു. ഇന്നലെ നമ്മുടെ സിജോ ബ്രദർ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ആ മനുഷ്യനെ കണ്ടമാനം പുകഴ്ത്തി വളരെയധികം വാഴ്ത്തി പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാനും സിജോ ബ്രദറും നമ്മുടെ പ്രദീപും കൂടെ പ്രദീപിൻ്റെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്. അപ്പോൾ ഇവർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് ഏകത്വ ഉപദേശത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് തീവ്രമായിട്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്ര തീവ്രമായിട്ടൊന്നും എനിക്ക് പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതൊന്നും അല്ലെന്ന് യേശു നാമം. നമുക്ക് പിന്നെ ഏതാ പറയേണ്ടത്? ഈ നാമം തന്നെ പറയണം മരിക്കുന്നത് വരെ. കാരണം ഈ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, യഹോവയുടെ നാമത്തിൽ രക്ഷയുണ്ടോ? യഹോവയുടെ നാമം താൽക്കാലിക നാമമാണ്. അപ്പോൾ അത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം വെളിപ്പെട്ട ഒരു നാമമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം എവിടെയാ? യേശു ക്രിസ്തുവാ.
യേശു ക്രിസ്തുവിന്റെ നാമം ഞാൻ പ്രാരംഭത്തിൽ ചോദിച്ചു, യഹോവയുടെ നാമമാണോ വലിയ നാമം, യേശു ക്രിസ്തുവിന്റെ നാമമാണോ വലിയ നാമം? എന്താ തെളിവ്? അത് തന്നെ. എല്ലാ നാമത്തെക്കാൾ മേലായ നാമം ഇല്ലേ? സർവനാമത്തിന് മേലായ നാമം ആരുടെ നാമമാ? യേശുവിന്റെ നാമം മാത്രമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ നാമം എഴുതി വെക്കാം അല്ലേ? അധികാരികളുടെയൊക്കെ നാമം ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഏറ്റവും മുകളിൽ വെക്കാവുന്ന ഒരു നാമം ഏതാ? സാധാരണ എല്ലാവരുടെയും നാമം ഏറ്റവും മുകളിൽ വെക്കാവുന്ന ഒരു നാമം യഹോവ എന്നുള്ള നാമമാണ്. യേശുവിന്റെ നാമം എവിടെ നിൽക്കും? യഹോവ എന്ന നാമത്തിന്റെ അടിയിൽ നിൽക്കുമോ അതിന്റെ മുകളിൽ നിൽക്കുമോ? അതിന്റെ മുകളിൽ തന്നെ നിൽക്കും. കാരണം എല്ലാ നാമത്തെക്കാൾ, ലോകത്തിലുള്ള സർവനാമത്തെക്കാൾ മേലായ നാമത്തെ ആരാധിക്കുന്ന ദൈവജനമാണ് ഞാനും നിങ്ങളും. അത് യേശുവിന്റെ നാമമാണ്. അവന്റെ നാമത്തിന് മഹത്വമുണ്ട്, അവന്റെ നാമത്തിന് വീര്യമുണ്ട്, അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമത്തെ തകർക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയുമില്ല. ഹല്ലേലൂയ. അങ്ങനൊരു നാമത്തിൽ അത് നമ്മുടെ ഉള്ളിൽ ആ ആവേശം ഉണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനൊരു നാമം ശ്രേഷ്ഠനാമമാണ്. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള പാപം നമ്മിൽ നിന്ന് നീക്കിയ ശ്രേഷ്ഠനാമമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൂതം എന്താ പറഞ്ഞിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം പറയുന്നു, എന്താ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുകളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവവേഗനെന്ന് പിശാച് പറയുന്നു അല്ലേ? ദൈവവേഗനെന്ന് പിശാച് പറയുന്നില്ല. ദൈവവേഗനെന്ന് പിശാച് ഒരിക്കലും പറയില്ല. ദൈവം തൃത്വമാണെന്നും ത്രിയേകനാണെന്നും പിശാച് പറയും. ദൈവവേഗനെന്ന് അവൻ പറയില്ല. പക്ഷെ ദൈവവേഗനെന്നവൻ അറിഞ്ഞ് വിശ്വസിക്കുക മാത്രമല്ല, വിറച്ചുകൊണ്ട് അവൻ വിറയ്ക്കുന്ന ഒന്നാണ് ദൈവവേഗനം എന്നുള്ള ചരിത്രം. സത്യം. ദൈവവേഗനെന്ന് അവൻ വിശ്വസിക്കുന്നു. അവൻ പറയുന്നത് ദൈവം ഒന്നിലധികം ഉണ്ടെന്നാ ബഹുദൈവത്തെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ വെട്ടിമുറിച്ച് മുൻപോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടേ, ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം ആദ്യകാലത്താണ് കൊരട്ടിയിലെങ്ങാണ്ട് നടന്ന സംഭവമാണ്. ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടുള്ളതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പാഷൻ്റെ അപ്പനാ. ഞാൻ ആ പാഷൻ്റെ അപ്പനൊന്നും പറഞ്ഞതല്ല കേട്ടോ. അപ്പൻ സ്നാനപ്പെടാൻ ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലപ്രവൃത്തി മുഴുവൻ എങ്ങനെയാ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാനായിട്ട് തെളിവുകളാണ് കാണുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നുള്ള അക്ഷരത്തിൽ മുക്കാനായിട്ട് എങ്ങും കാണുന്നില്ല. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ മുക്കണമെന്നാണ് പറയുന്നത്. സ്നാനപ്പെടുന്നത് ആ നാമം തനിക്ക് വെളിപ്പെട്ടു. ആ നാമമാണ് യേശു ക്രിസ്തു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദന്മാർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. 8-ാം അധ്യായത്തിൽ നമുക്കറിയാം അവിടെ കാരാഗിരെ പ്രമാണി യേശു നാമത്തിൽ സ്നാനപ്പെട്ടു. ശമരിയക്കാർ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടു. 10-ാം അധ്യായത്തിൽ എഫെസോസിലെ വിശ്വാസികൾ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു അല്ലേ? 19-ാം അധ്യായത്തിൽ ആരാ? എഫെസോസിലെ വിശ്വാസികൾ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. 10-ാം അധ്യായത്തിൽ ജാതികൾ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. 22-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. 1 കൊരിന്ത്യർ 1:12 കൊരിന്ത്യ വിശ്വാസികൾ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. റോമാലേഖനം 3 മുതൽ വായിക്കുമ്പോൾ 6:3 മുതൽ വായിക്കുമ്പോൾ അവിടെ റോമാവിശ്വാസികളെല്ലാം യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റു. അങ്ങനെ എല്ലാവരും യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനമാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം എന്നൊരാഗ്രഹം ഉണ്ടായി. അന്ന് 1-2 ബന്ധക്കോസ് സമൂഹമേ ഉള്ളായിരുന്നുള്ളൂ. ഇന്ന് കൂണ് മുളയ്ക്കുന്ന പോലെ ഉള്ള ബന്ധക്കോസുകാരൊന്നും ഇല്ലായിരുന്നു. അവിടെ 2-3 ചർച്ചുകളുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു, എനിക്ക് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം എന്ന് ആ പാസ്റ്ററോട് പറഞ്ഞു. ആ പാസ്റ്ററോട് പറഞ്ഞപ്പോഴേ പാസ്റ്റർമാർ പറഞ്ഞു, ഇല്ല, വേണമെങ്കിൽ തൃത്വത്തെ നിന്നെ സ്നാനപ്പെടുത്താം, യേശു നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഈ പുള്ളിക്കും അത് പറയാനും വിശദീകരിക്കാനും ഒന്നും അറിയത്തില്ല. എങ്കിലും പുള്ളി ബൈബിളിൽ വായിച്ചപ്പോൾ യേശു ക്രിസ്തു നാമത്തിൽ മാത്രമേ ഉള്ളൂ സ്നാനം. പുള്ളി ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞെന്നാണ്. വളരെയധികം കരഞ്ഞു, വളരെ കരഞ്ഞ് നിരാശപ്പെട്ട് എന്നെ ആരാ സ്നാനപ്പെടുത്തുന്നത്? ആരുമില്ല. താൻ കണ്ടിട്ടുള്ള സുവിശേഷന്മാരോടൊക്കെ ചോദിച്ചിട്ടും അവരൊന്നും യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുകയില്ല. താൻ കൊരട്ടിയിൽ ആറ്റിൽ ചെന്ന്
ഈ ബൈബിള്, പഴയൊരു ബൈബിള് കയ്യിലുണ്ടായിരുന്നു. അത് തലയിലേക്ക് വെച്ച് കർത്താവെ, അവൾ കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവേ, എന്നെ ആരും സ്നാനപ്പെടുത്താനില്ല, കർത്താവെ, അടിയൻ തന്നെ അങ്ങയുടെ നാമത്തിൽ സ്നാനമേൽക്കുന്നു എന്ന് പറഞ്ഞ് ഈ ബൈബിൾ സഹിതം മുങ്ങിപ്പൊങ്ങിയെന്നാണ് പറയുന്നത്. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഈ കേരളക്കരയിൽ മുഴങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. ഇത് വലിയൊരു ശക്തിയാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ ഈ അന്ത്യകാലത്ത്, ഇനി അധികം കാലങ്ങളൊന്നുമില്ല, അന്ത്യകാലത്ത് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ച് വേർതിരിക്കപ്പെട്ട, ഒരു നാമത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവര്, ഒരു സത്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവര്, മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഈ വലിയ പദവിയിലേക്ക് വിളിച്ചത് വലിയ വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ആർക്കും അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയം പിടച്ച് വികസിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, നമുക്ക് വേണ്ടി രക്തം ചീന്തി തന്ന, നമ്മളെ വിടുവിച്ച യേശുവിന്റെ നാമം ഉയർത്തുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ ഒരു സന്ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലരും നമ്മളെ കാണാൻ വിളിക്കുന്നത് എന്താ? യേശുനാമക്കാര് അല്ലേ? നല്ലൊരു പേരാണ് അല്ലേ, യേശുനാമക്കാര്. യേശുക്രിസ്തുവിന്റെ നാമക്കാരെന്ന് പറയുന്നതിൽ എന്ത് അഭിമാനമായില്ലേ? ഹല്ലേലൂയ. പണ്ടൊരു ഒരു ഒരു ഒരാള് പിന്നെ ഒരു ചെറിയൊരു വാനർ ഫ്രണ്ടിൽ ഇങ്ങനത്തെ കെട്ടിത്തൂക്കിക്കൊണ്ട് ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന വിദേശത്ത്. ഞാൻ യേശുവിൻ്റെ കഴുതയാണ്. അപ്പോൾ പുള്ളി പോകുമ്പോൾ ആൾക്കാരെല്ലാം കഴുത പോകുന്നു, യേശുവിൻ്റെ കഴുതയെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. പുറകിലും അതുപോലെ ഒരു വാണ്ട് കെട്ടി തൂക്കിയിട്ടുണ്ട്. നീ ആരുടെ കഴുതയാണ്? ഞാൻ യേശുവിൻ്റെ കഴുതയാണ്. നീ ആരുടെ കഴുതയാണ്? ഒന്നെങ്കിൽ യേശുവിൻ്റെ കഴുതയാണോ, അല്ലെങ്കിൽ പിശാചിൻ്റെ കഴുതയായിട്ട് ജീവിച്ചെങ്കിലേ പറ്റൂ. ഈ രണ്ട് മാർഗ്ഗമുള്ളൂ, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. യേശുവിന് വേണ്ടി ജീവിച്ചാൽ പിശാചിന് വേണ്ടി ജീവിക്കേണ്ട ഗതികേട് വരികയില്ല. യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നില്ലെങ്കിൽ, അവന്റെ നാമത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ, അവന്റെ നാമത്തെ ഉയർത്തുന്നില്ലെങ്കിൽ, നാം അറിയാതെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പിശാചിനെയാണ്. ഹല്ലേലൂയ. ഇത്രയും ശബ്ദത്തിൽ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വാസ്തവത്തിൽ ഇന്ന് വേറൊരു വിഷയം തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. ഒരു വിഷയം തയ്യാറാക്കി കൊണ്ടുവന്ന ആ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ തീരുകയില്ല. ഏതായാലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കഴിഞ്ഞല്ലോ, അതിൻ്റെ മഹത്വത്തെ ഉയർത്താൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ നാമത്തെ ഉയർത്താതിരിക്കുന്നവർ ഒരു കാലത്ത് എന്താ, അവരുടെ എല്ലാം മുഴങ്കാലം, സർവ്വലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും ഈ നാമത്തിൽ മടങ്ങിക്കൊണ്ട് യേശു തന്നെ കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. ഇപ്പൊ ആയുസ് ഈ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞാൽ എന്തോ ഉണ്ടാവും? രക്ഷ പ്രാപിക്കാം. അത് മാത്രം പോരാ, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയണം. വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ ചില വാക്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുന്ന ഒരു കൂട്ടമാണ് ഈ ഹാളിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഏറ്റുപറയാത്തവര് മുഴുവൻ നാളെ അവരുടെ വായി കൊണ്ട് യേശുവേ നീ മാത്രമാണ് കർത്താവെന്ന് ഏറ്റുപറയും. ഒരിക്കൽ യഹൂദൻ അത് പറയേണ്ടി വരും അല്ലേ? അവൻ അത് അന്ന് പറയാഞ്ഞതിന്റെ ക്ഷീണമായി ഇന്നും അവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് യേശുവിനെ കാണും, ആ കുത്തിയൊന്നിലേക്ക് നോക്കും, അവരുടെ മശികയാണ് യേശു എന്നവർക്ക് മനസ്സിലാകും. അവരൊന്നടങ്കം അവിടെ ഉള്ളവര് രക്ഷിക്കപ്പെടുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റെടുത്ത് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഭാഗ്യമേറിയവരാ നമ്മൾ. ഭക്തൻ പാടുന്നുണ്ടല്ലേ, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽച്ചുവടിയിലത്രേ. ഒന്നും കണ്ടിട്ടല്ല തന്നിടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം
ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആമേൻ. ചിന്താതീതം അതു മനോഹരം, എന്നും സന്തോഷമാം പുതുജീവിതം. ഓ ചിന്താതീതം അതു മനോഹരം, എന്നും സന്തോഷമാം പുതുജീവിതം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സത്യം. എന്താനന്ദം, ഓ ചിന്താതീതം അതു മനോഹരം, എന്നും സന്തോഷമാം പുതുജീവിതം. നമുക്ക് ഇന്ന് വായിച്ച വാക്യത്തെ എൻ്റെ 1-2 വാക്യം ഒന്ന് വായിക്കാം. 3-ാം വാക്യം വായിച്ചേ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അപ്പൊ ഏറ്റുപറയണം. നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം, ഏറ്റുപറയേണ്ടത് ഏറ്റുപറയണം. അപ്പോഴാണ് നമുക്ക് വിടുതൽ. ഹല്ലേലൂയ. വിടുതൽ നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ദൈവസന്നിധിയിൽ വന്നിട്ട് ആരും നിരാശയോടെ പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാക്യം നമ്മൾ കേട്ടുവല്ലോ. 1, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അസ്ഥികൾ ക്ഷയിച്ചു പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയെന്ന്. അതിൻ്റെ കാരണം എന്താ? ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കേണ്ടവനല്ലേ? എന്ന് വിളിച്ചപേക്ഷിക്കണം. നമ്മൾ വായിച്ചു റോമർ 10:9 വായിച്ചേ. ഏറ്റു പറയണം. അപ്പൊ ഏറ്റു പറയേണ്ടത് എന്തുവാ? യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയണം. യേശുവിനെ യഹോവയെന്ന് ഏറ്റു പറയണം. യേശു തന്നെയാണ് യഹോവ. മിണ്ടാതിരുന്നാൽ നമുക്ക് രക്ഷയില്ല. അകൃത്യം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഏറ്റു പറയണം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് നേരെ നിൽക്കാൻ പറ്റിയില്ല. നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോയി. അസ്ഥി ഇല്ലെങ്കിൽ നേരെ നിൽക്കാൻ പറ്റുമോ? ഒടിഞ്ഞു പോവുകയല്ലേ. ഇവിടെ നമ്മൾ നേരെ നിൽക്കണം, തല ഉയർത്തി നിൽക്കണം, നമുക്ക് അഭിമാനത്തോടെ നിൽക്കണം. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. യേശുവേ, നീയാണ് എൻ്റെ അപ്പൻ. യേശുവേ, നീയാണ് എൻ്റെ കർത്താവ്. യേശുവേ, നീയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. യേശുവേ, നീയാണ് എൻ്റെ രക്ഷകൻ. യേശുവേ, നീയാണ് എനിക്ക് വിടുതൽ എന്ന് ഏറ്റു പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് റോമർ 10:13 വായിച്ചേ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്കറിയാം എന്തോ യഹോവയുടെ നാമം വീട്ടിൽ വിളിച്ചപേക്ഷിക്കാതെ. അതാണ് യഹോവ തന്നെ കർത്താവ് എന്നുള്ളതിന്റെ തെളിവാ. യോവേലിൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമം, യഹോവയുടെ നാമം, അത് യേശുവാണ്. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ നാമം വിളിച്ച് അപേക്ഷിക്കണം, വിളിക്കണം. ഹല്ലേലൂയ. ആ നാമത്തോട് നമ്മൾ കൂറുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ നമ്മൾ ലജ്ജിക്കാതെ, നമ്മൾ നാണിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ നാമക്കാരൻ എന്ന് പറയുന്നതിൽ
ഞാൻ യേശുവിന്റെ നാമമാണെന്ന്, ഹല്ലേലൂയ, യേശുവിന്റെ നാമക്കാരൻ എന്ന് പറയുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ലജ്ജിക്കാതെ ആയിരങ്ങൾ പതിനായിരങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തെരുവീതിയിലൂടെ മുഖത്ത് അവന്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ, അവന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി യെരൂശലേം തെരുവീതിയിലൂടെ കടന്നുപോയ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ രക്തം അവിടെ ചിന്തിച്ചുതറിയപ്പോൾ, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയപ്പോൾ, ഓരോ തുള്ളി രക്തത്തിനും ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ആയിട്ടുള്ള ജനങ്ങൾ ജീവിച്ചെഴുന്നേൽക്കാനുള്ള ശക്തി അതിനുണ്ടായിരുന്നു. ആ രക്തത്തെ കുറിച്ച് പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കാലം അവിടെ നമുക്ക് മനസ്സിലാവും, അവിടെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹല്ലേലൂയ. നമുക്ക് ഗുണം ചെയ്യുന്ന രക്തം, നമ്മളെ വിടുവിക്കുന്ന രക്തം, നമ്മളെ സഹായിക്കുന്ന രക്തം, അത് ചീന്തി തരുവാൻ ലോകത്തിൽ ഒരു വനമില്ലായിരുന്നു, ഒരു മതനേതാവും ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ അപ്പനായവൻ, ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. എന്തിനവൻ ജഡത്തിൽ വെളിപ്പെട്ടു? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡത്തോടും രക്തത്തോടും കൂടിയവനായി ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. നമുക്ക് വേണ്ടി രക്തം ധാരധാരയായി ഒഴുക്കി അവസാനത്തോട് രക്തമേയും എനിക്കും നിങ്ങൾക്കും വേണ്ടി അവന് ഒഴുക്കി. അതിന്റെ ഓർമ്മയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതിന്റെ ഓർമ്മയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു രക്തം ചിന്തി. ആ രക്തം ചിന്തിന്റെ ഓർമ്മയാണ്. ഇവിടെ ഇരിക്കുന്നത് മുന്തിരിച്ചാറ്. ഈ മുന്തിരിച്ചാറ് നമ്മൾ പ്രാർത്ഥിച്ച ഉടൻ തന്നെ യേശുവിൻ്റെ രക്തമായിട്ടൊന്നും മാറുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അപ്പം ഗോതമ്പ് കൊണ്ടുള്ള അപ്പമാണ്. പ്രാർത്ഥിച്ചു പോകുന്ന ഉടൻ തന്നെ അത് യേശുവിൻ്റെ ശരീരമായിട്ടൊന്നും മാറുന്നില്ല. അപ്പം ഗോതമ്പിന്റെ അപ്പം തന്നെയാ. മുന്തിരിച്ചാറ് മുന്തിരിയുടെ ചാറ് തന്നെയാ. നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ കഴിക്കുമ്പോൾ ഇതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല, വസ്തുമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ഇതിന്റെ അർത്ഥത്തിന് മാറ്റം വരുന്നു. ഹല്ലേലൂയ. വസ്തുമാറ്റം സംഭവിക്കുന്നില്ല എങ്കിലും ഇത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അർത്ഥത്തിന് മാറ്റം വരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മ നമ്മുടെ അകത്തടങ്ങളിൽ വളരെയധികം ശക്തിയോടെ അത് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ യഥാർത്ഥത്തിൽ ഓർക്കുന്നുണ്ടോ? ദിവസവും 2026 നമുക്ക് ദൈവം തന്നു. നമ്മളിൽ പലരും വാർദ്ധക്യത്തിലുള്ള പലരുമുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഹല്ലേലൂയ. എത്ര ആയുസ്സുണ്ടെന്നും പറയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നുണ്ട്, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. വയസ്സൻ ശിശുവും ദരിദ്രൻ ധനികൻ മരിക്കുന്നില്ലയോ ലോകേ. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും പോയേ തീരും. എല്ലാവരും പോയേ തീരും. ചിലരൊക്കെ മരിച്ചു പോവും, ചിലരൊക്കെ മരിക്കാതെ പോവും. എങ്ങനെ? കർത്താവിൻ്റെ കാഹളനാദം മുഴങ്ങുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നിമിഷ നേരം കൊണ്ട് രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം പ്രാപിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്നവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുവിൻ്റെ രക്തത്തിന്റെ ഓർമ്മ, ഈ അപ്പം യേശു ക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന അത് വലിയൊരു ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അവന്റെ ശരീരത്തിന് പുറം എങ്ങനെ കീറിയെന്നാ? ഉഴവ് ചാലുകൾ പോലെ കീറിയതാ. ഈ ചൂണ്ട കഷണങ്ങളും മൂർച്ചയുള്ള ഇരുമ്പ് കൊളുത്തുകളൊക്കെ
ചാട്ടവാറിന്റെ അറ്റത്ത് പണ്ട് ഉള്ളവർക്കറിയാം, ഈ കാളയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ചാട്ടവാർ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വാഞ്ഞടിക്കും, ഭയങ്കര സൗണ്ടാണ്. ഈ അടിയും ഏറ്റുകൊണ്ട് കാള പോകുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ധാരാളം ചൂണ്ടക്കഷ്ണത്തിന് അങ്ങോട്ടൊരു കൊളുത്തുണ്ട്, അതിൻ്റെ അറ്റത്ത് തന്നെ ഇങ്ങോട്ടും ഒരു കൊളുത്തുണ്ട്. ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോൾ എന്താ, പോരുകയില്ല. പിന്നെ എങ്ങനെയേ പോരുള്ളൂ? മാംസം പിഴുതെങ്കിൽ പോരുക. കണ്ട വിഴുന്ന പോലെ തൻ്റെ പുറത്തേക്ക് എന്ത് ചെയ്തു? ഈ ചാട്ടവാർ കൊണ്ട് ആഞ്ഞടിച്ചു. ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കുന്ന പടയാളികൾ ആഞ്ഞടിച്ച് വലിച്ചെടുത്തപ്പോൾ അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ കീറി, രക്തം അവന്റെ ശരീരത്തിൽ ധാരധാരയായി ഒഴുകി. ഹല്ലേലൂയ. അവന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്തു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി കിടക്കുന്ന ഒരു കാഴ്ച, നിന്ദിക്കപ്പെട്ട അവസ്ഥ. അവന് യാതൊരു രൂപഗുണമില്ല. നമ്മൾ മുമ്പേ കണ്ടു, ഏതാ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. 10,000-ങ്ങളെ ഇത്ര സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ലോകത്തിലില്ല, ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയില്ല. അത്ര സുന്ദരനായ, അന്ന് നല്ല സൗന്ദര്യമുള്ള യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ യഹൂദന്മാരെയൊക്കെ കണ്ടിട്ടുള്ള വ്യക്തികളാണ് പറയുന്നത്, അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാ, ഒരു ഊനവുമില്ലാത്തവനാ, സുന്ദരനാ. സുന്ദരരൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണും, മൽ പ്രേമ കാന്തനെ സുന്ദരരൂപനെ മൽ പ്രേമ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമ നാട്ടിൽ യേശു മഹോന്നതനേ മൽ പ്രേമ യേശു മഹോന്നതനേ അവന്റെ ശരീരം മുഴുവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നിക്കുമാറ് വിരൂപനായി കിടക്കുന്ന ഒരു കാഴ്ച. 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനെന്ന് അവനെ നേരിട്ട് കണ്ടിട്ടുള്ളവർ അവനെ വാഴ്ത്തിപ്പാടുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ ദർശനത്തിൽ യെശയ്യാവ് ഒരു കാഴ്ച കണ്ടു. ഒന്ന് വായിക്കാം. യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക്? യഹോവ എന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവം കേട്ടോ. ആത്മാവായ ദൈവത്തിന്റെ ഭുജം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആത്മാവിന്റെ പ്രവൃത്തി. ആത്മാവിന്റെ ഭുജം, ആത്മാവിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് ഇത്. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ 4 കാലും ഒരു വാലുമുള്ള കുഞ്ഞാടല്ല. ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയാണ് ദൈവ കുഞ്ഞാടെന്ന് പറയുന്നത്. ഇവിടുത്തെ പെന്തക്കോസ്തുകാരെ പഠിപ്പിച്ചിരിക്കുന്ന അബദ്ധമാ, വെറും വിഡ്ഢിത്തമാ. ഇവിടെ യഹോവയുടെ ഭുജം, യഹോവ ആത്മാവായ ദൈവമാ. ആത്മാവായ നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഭുജം കൊണ്ട്, നമ്മുടെ കരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ലേ. ദൈവത്തിന്റെ ഭുജം എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും? ഈ യഹോവയുടെ ഭുജത്തെ അവനെന്ന് സംബോധന ചെയ്തിരിക്കുക. ആ പ്രവൃത്തിയെ പോലും അവനെന്ന് സംബോധന ചെയ്തിരിക്കുക. വായിച്ചോ, താഴ്ത്തു വായിച്ചോ. അവൻ കണ്ടോ, യഹോവയുടെ പ്രവൃത്തിയെ യഹോവ തന്നെ അവനെന്ന് പറയുക. അതുകൊണ്ട് 2 വ്യക്തിയല്ല. ഹല്ലേലൂയ. നമുക്ക് തന്നെ ദാവീദ് പറഞ്ഞില്ലേ, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. തന്റെ ആത്മാവിനോട് താൻ തന്നെ ചോദിക്കുക, നീ എന്തിനു ഇത്ര വിഷമിക്കാനുള്ളത്? നീ ദൈവത്തിൽ പ്രത്യാശ വെക്കടാ എന്നല്ല പറഞ്ഞത്. അപ്പോൾ യഹോവ പറയുക, തന്റെ ഭുജത്തോട് പറയുക. പറഞ്ഞോ, വായിച്ചു. ആർക്ക് വെളിപ്പെട്ടു?
അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത്. ആ ഭുജം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിക്ക് വേണ്ടി സ്വീകരിച്ച ഒരു മനുഷ്യ ശരീരത്തെ ഒരു 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 എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരമല്ല, സ്വർഗീയ ശരീരം തന്നെയാണ്. ആ ഒരു ശരീരത്തെയാണ്, ആ ഒരു ശരീരം എടുത്ത് എന്ത് പ്രവൃത്തിക്ക് വേണ്ടിയോ ആ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുവാ? ആ വരണ്ട നിലത്തുനിന്ന് വേർ മുളച്ച് അവന്റെ മുമ്പാകെ വളരുന്നു. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല. 10,000 പേരെക്കാൾ സുന്ദരനാണെന്ന് പറഞ്ഞ ആ യേശുവിനെ കാൽവരി ക്രൂശിൽ കിടക്കുന്ന കണ്ട യെശയ്യാവ് പറയുക അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, പിന്നെ കോമളത്വമില്ല. വായിച്ചേ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, പിന്നെ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. പിന്നെ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരും എന്നല്ല, വന്നിരിക്കുന്നു. ഓൾറെഡി അവന്റെ ആ സൗഖ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ 10,000 അതിശ്രേഷ്ഠനായ സുന്ദരരൂപനായി നമ്മളെല്ലാവരും പാടുന്ന സുന്ദരരൂപനെ യെശയ്യാവ് കണ്ടപ്പോൾ വേദനിക്കുന്ന ഹൃദയത്തോടെ മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. ഹല്ലേലൂയ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം അവൻ രോഗിയല്ല, പക്ഷെ നമ്മുടെ എല്ലാ രോഗവും നമ്മുടെ എല്ലാ ശാപവും അവന്റെ മേൽ ഏറ്റെടുത്തു, അവന്റെ മേൽ ചുമത്തി. ദൈവം തന്നെ ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ മേൽ എന്ത് ചുമത്തി? പാപത്തെ അവന്റെ മേൽ ചുമത്തി. പാപത്തെ അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. ആ പാപഭാരവുമായി അവൻ കടന്നുപോയി. കാൽവരിയുടെ ഗിരിത്തടം എന്റെയും നിങ്ങളുടെയും പാപത്തെയും ശാപത്തെയും രോഗത്തെയും വഹിച്ചു അവൻ കടന്നുപോയി. അവിടെ നമുക്ക് വിടുതലുണ്ട്. കാൽവരി ക്രൂശിൽ വിടുതലുണ്ട്, അവന്റെ രക്തത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ ശക്തിയുണ്ട്. ആ ശക്തിയാണ് പ്രയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വായിച്ചു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അവന്റെ മേൽ ചുമത്തി. തന്റെ ജനത്തിന്റെ നിമിത്തം അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി. ഇസഹാക്ക് മരിക്കാൻ വേണ്ടി യാഗത്തിന് വെക്കുമെങ്കിലും ഇസഹാക്കിന് വേണ്ടി പകരത്തിന് വേണ്ടി അവിടെ ഒരു ആട്ടിൻകുട്ടി കാട്ടുവള്ളിയിൽ കുരുങ്ങി പിടിക്കപ്പെട്ടവരവിടെ കിടക്കുകയാണ്. നാം സ്വതന്ത്രമാക്കി നമ്മളെ വിടുവാൻ നമുക്ക് വേണ്ടി കാട്ടുവള്ളിയിൽ പിടിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ സൗഖ്യമാക്കുവാൻ നമ്മുടെ രോഗം അവൻ വഹിച്ചു. അത് കാൽവരി ക്രൂശിൽ വഹിച്ചു. അവിടെ നമുക്ക് വിടുതൽ ചിലപ്പോൾ ലഭിച്ചേക്കുമെന്നല്ല, നിശ്ചയമാണ് വിടുതലുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി
അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. എനിക്കറിയാം, എൻ്റെ ചില മാരക രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന മാരക രോഗങ്ങൾ, ചില അപകട മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചിട്ടുണ്ട്. ചില ദുരന്തങ്ങൾ ദൈവം വിടുവിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റുകയുള്ളൂ. ഈ കർത്തൃമേശ ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് വളരെ വിനയത്തോടെ നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ഓർത്ത് ഇതിൽ പങ്കുകൊള്ളണം. കാരണം നമ്മളെല്ലാവരും മറക്കുന്നവരാ. നമ്മൾ ആരെ ഓർക്കണം? കർത്താവിനെ ഓർക്കണം. കർത്താവ് നമ്മളെ ഓർത്തോ? ഒരു ഭക്തൻ പാടുന്നുണ്ടല്ലോ, താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയെന്നിയേക്ക. ഓ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വീഴ്ചയെന്നിയെ കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ. നമുക്ക് ധ്യാനിച്ച് പാടാം. വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടുന്നേ ജയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടുന്നേ ജയമായി. ഹല്ലേലൂയ. താഴ്ചയിൽ നമ്മെ ഓർത്തവൻ. ഹല്ലേലൂയ. താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ യോസഫ് പറഞ്ഞു, അവിടെ കാരാഗൃഹത്തിൽ വന്ന അപ്പക്കാരനോട്, പാനപാത്രവാഹകനോട് പറഞ്ഞു, നിന്നെ രാജകൊട്ടാരത്തിലേക്ക് വീണ്ടും പഴയ ജോലിക്ക് തന്നെ നിന്നെ വിളിക്കും. രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം നീ മറക്കരുത് കേട്ടോ, എന്നെ ഒന്ന് ഓർക്കണം, അല്ലേ? അവിടെ രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ രാജകൊട്ടാരത്തിലെ സുഖലോലുപതയിൽ അകത്തളത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസഫിനെ മറന്നുപോയി. യോസഫിനെ കാരാഗൃഹത്തിലെ ആ പാനപാത്രവാഹകൻ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ മറന്നില്ല. രാജകൊട്ടാരത്തിൽ ഒരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ ഒരുത്തനും കഴിവില്ലാതായി. അപ്പോഴാണ് പാനപാത്രവാഹകന് മനസ്സിലായത്, അവിടെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരു വിശുദ്ധൻ കിടപ്പുണ്ട്, അവനുടെ കാര്യം കൂടെ അവനെ ഓർപ്പിക്കുക ചെയ്യുന്നത്. പാനപാത്രവാഹകൻ മറന്നുപോയാലും നമ്മളെ വിളിച്ച് നമ്മളെ ആക്കിയ നമ്മുടെ സർവശക്തനായ ദൈവം നമ്മെ ഒരു നാളും മറക്കുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവൻ മറക്കില്ല. ഒരുപക്ഷെ നിന്റെ ഭാര്യ നിന്നെ മറക്കും, ഭർത്താവ് നിന്നെ മറക്കും, മക്കൾ മറക്കും, മാതാപിതാക്കൾ മറക്കും. മറക്കാത്ത ഒരുവൻ നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, അങ്ങനെ മറന്ന പല ചരിത്രങ്ങളും ബൈബിളിലുണ്ട്. ഒരിക്കൽ ഭയങ്കര സദ്യ വീട്ടിൽ നടക്കുക, അല്ലേ? ഭയങ്കര സദ്യ, ഏറ്റവും പ്രധാനപ്പെട്ട സദ്യയാണ്. യഹൂദന്മാരുടെ ഇടയിൽ രോമം കത്തിരിക്കുന്നവരുടെ ചടങ്ങ് നടക്കുക. സദ്യ, ഭയങ്കര സദ്യ ഒരുക്കി. പക്ഷേ അപ്പനും അമ്മയും ഒക്കെ കാട്ടിൽ കിടക്കുന്ന ഒരു പയ്യനെ സ്വന്തം മകൻ കാട്ടിൽ ആടുകളെ തീറ്റാൻ പോയതാ, മറന്നുപോയി. ഉടൻ തന്നെ പ്രവാചകനെ അവിടെ അയച്ചു. ആരെയാ? പുരോഹിതനെ. ആരെയാ? ശമൂവേലിനെ, അല്ലേ? അവിടെ അയച്ചു. അവിടെ അയച്ച് സദ്യക്കിരിക്കാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തരും വന്നു, ചേട്ടന്മാർ മുതൽ എല്ലാവരും വന്നു എന്ന് അഭിഷേകം ഒഴിക്കാനായിട്ട് വന്ന് തയ്യാറായിരിക്കുക. ദൈവത്തിന് പറയത്തില്ല, ഇവനൊന്നുമല്ല, കാട്ടിലൊരുത്തനുണ്ട് എന്ന് ദൈവത്തിന് പറയാമായിരുന്നില്ലേ? ദൈവം പറഞ്ഞോ? ഈ അഭിഷേകത്തിന്റെ കീഴിലൂടെ ഓരോരുത്തർ വന്നപ്പോൾ കർത്താവ് പറയും, അവനല്ല. ഇനി ഒരുത്തനുണ്ടോ? അങ്ങനെ 7 പേര് കടന്നുപോയി. ഇവരാരുമല്ലെന്ന് പറഞ്ഞു. എന്താ ദൈവത്തിന്റെ പ്രവർത്തനം നോക്കിയേ. ഒരുത്തൻ കാട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു വിശുദ്ധൻ, യഹോവയ്ക്ക് വേണ്ടി പാടുന്നവൻ, അല്ലേ? നല്ല ഗായകനായിരുന്നു, യഹോവയ്ക്ക് വേണ്ടി മധുര ഗായകൻ. അവൻ കാട്ടിൽ ആടുകളെ തീറ്റാൻ കിടക്കുക. അവിടെ പുരോഹിതൻ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? നിനക്ക് മക്കളെല്ലാം ഉണ്ടോ? അയ്യോ, ഒരുത്തനുണ്ടായിരുന്നു, അവൻ ആടുകളെ തീറ്റാൻ കാട്ടിലെങ്ങാണ്ട് കിടക്കുക. പുരോഹിതൻ എന്ത് പറഞ്ഞു? എന്നാൽ ശാപ്പാട് പെട്ടെന്ന് വിളമ്പിക്കൂ, ഞാൻ കഴിക്കാം, പിന്നെ അങ്ങോട്ട് അഭിഷേകത്തിന് വേണ്ടി അഭിഷേക തൈലം ഒഴിക്കാം എന്ന് വല്ലതുമാണോ പറഞ്ഞത്? അവൻ ഇവിടെ വരാതെ ഞാൻ ഈ പന്തിയിലിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവനെ വിവരം അറിയിച്ച് അവനെ കൊണ്ടുവന്നു. അപ്പനും അമ്മയും
മറന്നുപോയി. അതൊരിക്കൽ ദാവീദ് പറയുന്നുണ്ട്. എന്തില്ലേ? എന്താ പറയുന്നത്? എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവയോ എന്നെ ചേർത്തുകൊണ്ടു. എന്റെ ദൈവം എന്നെ കരുതി. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളെ ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളുടെ കരങ്ങൾക്ക് വിളിക്കും, അവൻ നിങ്ങളെ നടത്തും, അവൻ നിങ്ങളുടെ ജയാളിയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തവനാണ്, അവൻ യുദ്ധവീരനാണ്. ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരുവൻ. ആ മറക്കാത്ത ഒരുവനെ ഓർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കർത്തൃമേശ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ.